കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശ വിശുദ്ധിയുടെ പളിങ്കന്റെ തെളിമയിൽ വിഷം കലർത്താനും ചെളിപുരട്ടാനും ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്ന് ഉച്ചയിത്തരം പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശപ്പടയണി ആവേശക്കടലിരമ്പമായി നിലക്കാത്ത അലയൊലിയായി പാരാവാരം പോലെ ഒഴുകിപ്പരന്ന ഈ മഹാസമ്മേളനത്തിന്റെ നായകൻ സത്യസരണിയുടെ പൈതൃകത്തിന് പടച്ചട്ടുകൊണ്ട് പ്രതിരോധം തീർത്ത് ശംസുൽ ഉലമയുടെ രാജപാത സംരക്ഷിക്കാൻ കണ്ണിയത്ത് ഉസ്താദ് കത്തിച്ചുവച്ച ആത്മീയ പ്രകാശം കത്തിപ്പടർത്താൻ കാലം നിയോഗിച്ച കപ്പിത്താൻ സയ്യിദുൽ ഉലമ വരക്കൽ തങ്ങൾ ബിസ്മി ചൊല്ലി തുറന്നുവിട്ട സുന്നി പടയണിയുടെ തേരാളി ആദർശ ശക്തിക്ക് കരുവീട്ടി കാതലിന്റെ കരുത്ത് നൽകിയ ഉമ്മത്തിന്റെ സുൽത്താൻ സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നു. തങ്ങളെ പ്രസംഗ പീഠത്തിലേക്ക് സ്വാഗതം. അങ്ങയെ കേൾക്കാൻ ജനലക്ഷങ്ങൾ കാത്തിരിക്കുകയാണ്. ആവേശത്തോടെ അങ്ങയെ അനുസരിക്കാൻ ഞങ്ങൾ നിഷ്കളങ്കമായ തീരുമാനത്തോടെ ഈ സമ്മേളന നഗരി കാതോർക്കുകയാണ്. മഹാനായ സയ്യിദുൽ ഉലമക്ക് സ്വാഗതം. Most precious diamond of Indian Muslims, the president of Samasta Kerala Jam'iyatul Ulama, सुन्नियों की शेर, अहल सुन्ना की शान, हमारा दिलों की जान, हम सबका पहचान, अल्लामा व मौलाना सय्यदुल ರಾಜ್ಯ ರಾಜಧಾನಿಯನ್ನೇ ನಿಬ್ಬೆರಗಾಗುವಂತೆ ಮಾಡಿದ, ಬೆಂಗಳೂರು ನಗರಕ್ಕೆ ನಗರವೇ ಸ್ತಬ್ಧವಾಗುವಂತೆ ಪ್ರವಾಹದಂತೆ ಹರಿದು ಬರುತ್ತಿರುವ ಈ ಜನಸಾಗರ ಕಣ್ಣರಳಿಸಿ ಕಾಯುತ್ತಾ ನಿಂತಿರುವ ಆ ಅನರ್ಘ್ಯ ನಿಮಿಷಗಳಿಗೆ, ಆ ಅಮೋಘ ಐತಿಹಾಸಿಕ ಕ್ಷಣಗಳಿಗೆ ಈ ಅರಮನೆ ಮೈದಾನ ಸಾಕ್ಷಿಯಾಗುತ್ತಿದೆ. ಹೌದು, ದೇಶದ ಅಶಾಂತಮಯ ವಾತಾವರಣದಲ್ಲಿ ಸಮಾಜದ ಸಮಕಾಲೀನ ಸಮಸ್ಯೆಗಳಿಗೆ ಸಾಂತ್ವನದ ಸ್ಪರ್ಶ ನೀಡುವ ಉಮ್ಮತ್ತಿನ ಆದರ್ಶ ನೌಕೆಯನ್ನ ನಿರೀಕ್ಷೆಯ ಹಾಯಿ ಕಟ್ಟಿ ಕಡಲೊಬ್ಬರದ ದೈತ್ಯ ಅಲೆಗಳನ್ನ ಭೇದಿಸಿ ಮುನ್ನುಗ್ಗುವ ನಲ್ಮಯ ನಾವಿಕ, ಯಮನಿ ಪರಂಪರೆಯ ಪ್ರೌಢಿಮಯ ಮುದ್ರೆ ಎತ್ತಲ್ಪಟ್ಟ ಹಿರಿಮೆ ಗರಿಮೆ ಸಂಶುದ್ಧತೆಯ ಅನುಪಮ ಅದ್ವಿತೀಯ ನೇತೃತ್ವ, ಯಾವ ಬಿರುಗಾಳಿಗೂ ಬಗ್ಗದೆ ಜಗ್ಗದೆ ಕೂಗಾಡದೆ ಎದುರು ಬರುವ ಆರೋಪ ಅಪಹಾಸ್ಯಗಳ ಬಂಡೆಗಳನ್ನ ತನ್ನ ಆತ್ಮಸ್ಥೈರ್ಯವೆಂಬ ವಜ್ರಾಯುಧ ಶಕ್ತಿಯಿಂದ ಧೂಳೀಪಟಗೊಳಿಸುವ ಆದರ್ಶ ವೈರಿಗಳ ವಿತಂಡವಾದಗಳನ್ನ ಅಹ್ಲು ಸುನ್ನತಿ ವಲ್ ಜಮಾಅತಿನ ಆದರ್ಶ ಹುಟ್ಟುಗೋಲನ್ನ ಎತ್ತಿ ಹಿಡಿದು ಅಪ್ಪಳಿಸಿ ಬರುವ ತೆರೆಗಳನ್ನ ದಾಟಿ ಸಾಗುವ ನಮ್ಮೆಲ್ಲರ ಪ್ರೀತಿಯ ನಾಯಕ, ವಜ್ರ ಸಮಾನ ನಿಲುವಿನ ಸಮಸ್ತವೆಂಬ ಆದರ್ಶ ಪಡೆಯ ಆದರಣೀಯ ಸಯ್ಯಿದರು, ಸಾಟಿ ಇಲ್ಲದ ಸಮಸ್ತ ಕೇರಳ ಜಂಇಯ್ಯತುಲ್ ಉಲಮಾದ ಸಮಾಧರಣೀಯರಾದ ಅಧ್ಯಕ್ಷರಾದ ನಮ್ಮೆಲ್ಲರ ಅಭಿಮಾನ ಸಯ್ಯಿದುಲ್ ಉಲಮಾ ಸೈಯದ್ ಮೊಹಮ್ಮದ್ ಜಿಫ್ರಿ ಮುತ್ತುಕೋಯ ತಂಗಳ್ ನಮ್ಮೊಂದಿಗೆ ಅನುಗ್ರಹ ಮಾತುಗಳಿಗಾಗಿ ಅಧ್ಯಕ್ಷೀಯ ಭಾಷಣಕ್ಕಾಗಿ ನಮ್ಮ ಮುಂದೆ. ಕೂಲು ತಕ್ಬೀರ್, ಕೂಲು ತಕ್ಬೀರ್, ಕೂಲು ತಕ್ಬೀರ್. السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذرأ. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله مولانا العلي. ബഹുമാനാദരവുള്ള
പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ കാര്യദർശി ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി മുസ്ലിയാർ, സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രഗത്ഭനായ സെക്രട്ടറി ഉസ്താദ് എം ടി അബ്ദുൽ മുസ്ലിയാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ട്രഷറർ പൊയ്യോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, കർണാടക സ്പീക്കർ UT ഖാദർ സാഹിബ്, കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള വേദിയിൽ ഉപവിഷ്ടരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങൾ, സമസ്ത കേരള അംഗങ്ങളാവുന്ന പണ്ഡിതന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനകളുടെ നേതാക്കന്മാരാവുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, കർണാടക സംസ്ഥാനത്തിലെ പ്രഗത്ഭരാകുന്ന പണ്ഡിതന്മാർ, മറ്റ് ഈ മഹാസമ്മേളനത്തിലൂടെ സംബന്ധിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മക്കൾ, ബഹുമാനമുള്ളവർ, ആദ്യമായിട്ട് പ്രസംഗത്തിന് മുമ്പ് ആരും വെറുപ്പൊന്നും വിചാരിക്കരുത്. നമ്മളെ പ്രവർത്തകർ ഒരു ചെറിയ ബക്കറ്റിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ അത് എല്ലാവരും നിറച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിന് വലിയൊരു ചിലവ് വരുമല്ലോ. അപ്പോൾ അതിന് നമ്മൾ വലിയ പിരിവൊന്നും എവിടെ നടത്തിയിട്ടില്ല. അപ്പോൾ അത് ഈ കളക്ഷൻ കൂടി അത് പൂർണ്ണമാക്കപ്പെടണം. അപ്പോൾ അതിലെല്ലാവരും സജീവമായും കൊണ്ട് പങ്കെടുക്കണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. കർണാടക സംസ്ഥാനത്തിൻ്റെ പ്രഗത്ഭരായ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയൊക്കെ, മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനും ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഇവിടെ മുഖ്യാതിഥിയായി വന്ന് വികായ വളണ്ടിയന്മാരുടെ സമർപ്പണവും നടത്താൻ വേണ്ടി അടുത്ത നിമിഷത്തിൽ ഇവിടെ എത്തിച്ചേരും. അവരോടൊപ്പം കർണാടകയിലെ മറ്റുള്ള മന്ത്രിമാരൊക്കെ ഉണ്ടാവും. അതിൻ്റെ മുമ്പായി കൊണ്ടിട്ട് ആദ്യമായി ഉണർത്താനുള്ളത്, ഈ ആവേശം അത് നിലനിൽക്കണം, ഖിയാമത്ത് വരെ നിലനിൽക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനമാണ്. ഇതിനോടുള്ള മഹബത്ത് അത് യഥാർത്ഥത്തിൽ ദീനിൻ്റെ ഷിയാറുകളെ തഅ്ലീമ് ചെയ്യുക എന്ന വകുപ്പിൽപ്പെട്ടതാണ്. ദീനിൻ്റെ ഷിയാറുകളാണ് ദീനിനു വേണ്ടി നിലകൊള്ളുന്ന സംഘടനകൾ. വമൻ യുഅള്ളിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അപ്പോൾ ദീനിൻ്റെ ഷിയാറുകളെ തഅ്ലീമ് ചെയ്യുക, അത് ഒരു മനുഷ്യൻ്റെ തഖ്വ അളക്കപ്പെടാൻ പറ്റിയതായ അതിൻ്റെ ഒരു മാനദണ്ഡമാണ്. അപ്പോൾ ഹൃദയത്തിൽ എത്രമാത്രം തഖ്വ ഉണ്ട് എന്ന് അളക്കപ്പെടാൻ പറ്റുന്ന ഒന്നാണ്. ദീനിൻ്റെ ഷിയാറുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഷിയാർ തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന ഈ പ്രസ്ഥാനത്തിനോടുള്ള നിഷ്കളങ്കമാവുന്നതായ അതിനോടുള്ളൊരു ആദരവ്, ബഹുമാനമാണ്. വലിയ പ്രചരണമൊന്നുമില്ലാതെ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് നമ്മൾ തീരുമാനിക്കപ്പെട്ടപ്പോൾ ഈ കാണുന്ന ജനലക്ഷങ്ങൾ ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം, നിങ്ങളൊക്കെ ഹൃദയത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വലിയൊരു സ്ഥാനമുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഞങ്ങൾ ബഹുമാനിക്കുന്നവരാണ്. അതിൻ്റെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, അതിൻ്റെ പണ്ഡിതന്മാർ, അതിൻ്റെ ഉമറാവ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായ അതിൻ്റെ നായകന്മാർ, ഇവരോടൊക്കെയുള്ള ആ മഹബത്ത്, ആ ആദരവിൻ്റെ ഒരു പ്രകടനമാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നടത്തിയിട്ടുള്ളത്. എല്ലാവരും വലിയ പ്രകടനമൊന്നും ഇല്ലാതെ ഇവിടെ എത്തിച്ചേർന്നു. സമസ്ത കേരള എത്ര സാഹസം സഹിച്ചിട്ടാണ് നിങ്ങളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്.
നമ്മൾ ഈ ബാംഗ്ലൂരിലുള്ള നമ്മളെ സുഹൃത്തുക്കൾ, അത് കേരളക്കാരാകുന്ന സുഹൃത്തുക്കളുണ്ട്, ഈ കർണാടകയിലുള്ള സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ ആവേശം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കൊരു സമ്മാനം എന്നുള്ള നിലക്ക് 100-ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഒരു സമ്മേളനം എന്നുള്ള നിലക്ക് ബാംഗ്ലൂർ വെച്ച് കൊണ്ടിട്ട് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടത്തപ്പെടാൻ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഭൂലോകത്ത് ഇതുപോലുള്ളൊരു സമ്മേളനം നടത്താൻ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ 100-ാം വാർഷികത്തിൻ്റെ സ്ഥലം എവിടെയെന്നുള്ളത് ഇനിയും നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കടലിലൊക്കെ മുസലിട്ട് നിൽക്കേച്ചു എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കടലിൽ മുസലിട്ട് വന്നു എന്ന് പറഞ്ഞ പോലെ കടലിലേക്ക് ഇറങ്ങേണ്ടി വരും നമ്മളെ സമ്മേളനം നടത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ശക്തിയാണ് ഇന്നിവിടെ വിളിച്ചു പോകുന്നത്. അത് എവിടെ വെച്ചുകൊണ്ട് നടത്തിയാലും, ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചുകൊണ്ട് നടത്തിയാലും ഞങ്ങളൊക്കെ അതിൽ വന്ന് പങ്കെടുക്കാനും ഞങ്ങളത് വിജയിപ്പിക്കാനും സന്നദ്ധരാണ് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഒരു പ്രകടനമാണ്. അപ്പം അതുകൊണ്ട് ഈ സംഘടനയെ സംബന്ധിച്ച് എല്ലാവരും മനസ്സിലാക്കണം, ഇത് വളരെ അടിസ്ഥാനപരമാവുന്ന ഒരു തത്വങ്ങൾ, അടിസ്ഥാനപരമാവുന്ന ഉന്നതമാവുന്ന മൂല്യങ്ങൾ അതിന്മേൽ പടുത്തുയർത്തപ്പെട്ടതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇഖ്ലാസ് തന്നെയാണ്, മറ്റൊന്ന് നല്ല നിയ്യത്ത്, മറ്റൊന്ന് സുഹുദ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് യഥാർത്ഥത്തിൽ അതിനൊരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിനാണ് അക്കൗണ്ടൊക്കെ ഉള്ളത്. അന്ന് നമ്മളെ പണ്ഡിതന്മാർ വളരെ ആലോചിച്ച് ചെയ്താണത്. കാരണം അതൊരു ഇലാഹിയായ ಕರ್ನಾಟಕ ರಾಜಕೀಯ ಇತಿಹಾಸ ಕಂಡ ಪ್ರಭಾವಿ ರಾಜಕಾರಣಿ, ರಾಜ್ಯ ರಾಷ್ಟ್ರ ಮಟ್ಟದಲ್ಲಿಯೂ ಯುವ ಜನರ ಆವೇಶ, ಸಮೃದ್ಧ ಸರ್ವಶಕ್ತ ಅಭಿವೃದ್ಧಿಯ ಕರುನಾಡ ಕನಸು ಕಂಡ ಗಟ್ಟಿ ನಿಲುವಿನ ಜಾತ್ಯತೀತ ಪಕ್ಷದ ಅನುಭವಿ ಜನನಾಯಕ, 80ರ ದಶಕದಲ್ಲಿ ದೇವರಾಜ ಅರಸು ಕಾಲದಲ್ಲಿ ವಿದ್ಯಾರ್ಥಿ ನಾಯಕನಾಗುವ ಮೂಲಕ ರಾಜಕೀಯ ಜೀವನದ ಪುಟ್ಟ ಹೆಜ್ಜೆಗಳನ್ನಿಟ್ಟ ಆ ಹುಡುಗ ನಂತರ ಇಟ್ಟ ಹೆಜ್ಜೆಗಳೆಲ್ಲವೂ ಇತಿಹಾಸ. ಆಪರೇಷನ್ ಕಮಲದ ದಾಳಕ್ಕೆ ಸಿಲುಕಿ ಮುಳುಗಿ ಹೋಗುವ ಹಡಗಿನಂತಾಗಿದ್ದ ಪಕ್ಷದ ರಕ್ಷಣೆಗೆ ಧಾವಿಸಿ ಟೊಂಕ ಕಟ್ಟಿ ನಿಂತ ರಾಷ್ಟ್ರ ರಾಜಕೀಯದಲ್ಲಿ ಕಂಡು ಕೇಳರಿಯದ ಟ್ರಬಲ್ ಶೂಟರ್, ಕೆಪಿಸಿಸಿ ಅಧ್ಯಕ್ಷರು, ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಘನತೆ ಬೆಟ್ಟ ಉಪಮುಖ್ಯಮಂತ್ರಿಗಳು ಆದಂತಹ ಸನ್ಮಾನ್ಯ ಡಿಕೆ ಶಿವಕುಮಾರ್ ಸರ್ ಸಮಸ್ತದ 100ನೇ ವಾರ್ಷಿಕ ಉದ್ಘಾಟನಾ ಸಮ್ಮೇಳನದ ವೇದಿಕೆಗೆ ಆಗಮಿಸಿದ್ದಾರೆ. ಸರ್, ತಮಗಿದು ಹೃದಯಾಂತರಾಳದ ಸ್ವಾಗತವನ್ನ ಬಯಸುತ್ತಿದ್ದೇವೆ. ബഹുമാനമുള്ളവരെ, വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. ഡി കെ ശിവകുമാർ ഇവിടെ എത്തിച്ചേർന്നു. ഇനി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടുത്ത നിമിഷത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ഏതായാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന ഈ പ്രസ്ഥാനത്തിന് അടിസ്ഥാനപരമായി അതിന് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് വളരെ ഉന്നതമാവുന്ന മൂല്യങ്ങൾ, ആ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഇവിടെ വളർന്ന് അത് പന്തലിച്ചു കൊണ്ടിട്ട് അത് ഇവിടെ ഉയർന്ന് ഒരു ശക്തിക്കും ഒരു കാലഘട്ടത്തിലും നശിപ്പിക്കാൻ സാധിക്കാത്ത ഒരു ശക്തിക്കും ഒരു കാലഘട്ടത്തിൽ ദുർബലപ്പെടുത്താൻ സാധിക്കാത്ത ഒരു വൻ ശക്തിയായിട്ട് ഈ സംഘടന ഇവിടെ വളർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ജനങ്ങളോടും പറയാനുള്ളത്, എല്ലാ വിഭാഗക്കാരോടും പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ ആ ശക്തി നിങ്ങൾ അംഗീകരിക്കണം.
അത് നിങ്ങൾ അംഗീകരിക്കുക മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിന് വേണ്ട സഹായ സൗകര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ചെയ്തു തരികയും വേണം. ഈ പ്രസ്ഥാനത്തിനെ നോവിക്കാനോ അല്ലെങ്കിൽ ഇതിനെ ദുർബലപ്പെടുത്താനോ ആരും ശ്രമിക്കുകയും ചെയ്യരുത്. അങ്ങനെ ആര് ശ്രമിച്ചാലും ഈ ശക്തിയെ ഒരു കാലഘട്ടത്തിലും ഇവിടെ ആർക്കും തന്നെ ഈ ഉമ്മത്ത് ഇവിടെ നിലനിൽക്കുന്ന കാലഘട്ടത്തോളം, ഈ സമുദായം ഇവിടെ നിലനിൽക്കുന്ന കാലഘട്ടത്തോളം ഇതിനെ നശിപ്പിക്കാനോ ഇതിനെ ദുർബലപ്പെടുത്താനോ ഇതിന് എന്തെങ്കിലും നിലക്കുള്ളതായ തകരാറ് സംഭവിപ്പിക്കാനോ ആർക്കും സാധ്യമല്ലെന്ന് ഈ ജനങ്ങളിവിടെ സാക്ഷി നിർത്തിക്കൊണ്ടിട്ട് ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ബഹുമാനമുള്ളവരെ, ഇതുപോലെ ഒരു സമ്മേളനം ഞാൻ ഫെബ്രുവരി 4-ാം തീയതി കോഴിക്കോട് വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. നമ്മുടെ വിദ്യാർത്ഥി സംഘടനയായ SKSF-ൻ്റെ സമ്മേളനം, 35-ാം വാർഷിക സമ്മേളനം. അപ്പോൾ അതിന് വലിയ നിലക്കുള്ള ക്ഷീണമുണ്ടാക്കാൻ പാടില്ല. അതും തന്നെ ഇതുപോലെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ സന്നദ്ധരാവണമെന്നും അതിനൊക്കെ നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് നിങ്ങളോട് എല്ലാവരോടും ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പം നമ്മൾ ഒരു ദീനിനോട് ബന്ധപ്പെട്ട ഒരു സംഘടനയാവുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങളൊക്കെ ആവുമ്പോൾ അതിന് അടിസ്ഥാനപരമായി നമ്മൾ സ്വീകരിക്കേണ്ടതായ പ്രത്യേകമാവുന്ന ഒരു മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിട്ടാണ് അതിനെ രൂപീകരിക്കപ്പെടേണ്ടത്, അതിനെ സ്ഥാപിക്കപ്പെടേണ്ടതൊക്കെ. ഈ മൂല്യങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നവരായിരുന്നു നമ്മളെ മഹാന്മാരാവുന്ന നമ്മളെ ഉസ്താദന്മാർ, മുൻകഴിഞ്ഞ് നമ്മളെ മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉത്ഭവം അത് ബഹുമാനപ്പെട്ട MD ഉസ്താദ് ഇവിടുന്ന് വിവരിച്ചു. ഈ വിശുദ്ധമാവുന്ന ദീനിന് ഏത് കാലഘട്ടത്തിലും അതിനിവിടെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, ഏത് കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ അതിനിവിടെ എതിരാളികൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ പ്രബോധനം ചെയ്തതാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ കൊണ്ടുവന്നതല്ല ഇസ്ലാം എന്നുള്ളത്, അതിൻ്റെ തുടർച്ചയാണത്. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത വിശുദ്ധമാവുന്ന അഖീദ, ആ അഖീദൻ്റെ തുടർച്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. ശരീഅത്തിന് വ്യത്യാസങ്ങളുണ്ടാവാം. മഹാന്മാരാവുന്ന മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ ശരീഅത്തും റസൂലുള്ളാഹിയുടെ ശരീഅത്തും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവാം. അവരുടെ ശരീഅത്ത് ഒരു കാലഘട്ടത്തിൽ മാത്രമുള്ള ശരീഅത്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കാലഘട്ടമോ അല്ലെങ്കിൽ കാലഘട്ടത്തിന് ശേഷം കുറച്ച് നീണ്ടുപോയോ, അല്ലെങ്കിൽ ഇനി പ്രത്യേകമാവുന്നതായ അവധികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് അങ്ങനെയല്ല. അത് ഖിയാമത്ത് നാൾ ഇവിടെ നിലനിൽക്കേണ്ട ഏത് കാലഘട്ടത്തിലും കാലികമാവുന്ന ഒരു ശരീഅത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത്. അപ്പോൾ ആ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ ആ തുടർച്ച തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിവിടെ ചെയ്തത്. വിശുദ്ധമാവുന്ന ഈ അഖീദ ഇവിടെ പ്രചരിപ്പിച്ചു. പക്ഷേ ഒരുപാട് പ്രയാസങ്ങൾ അവർക്കുണ്ടായതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം തന്നെ ബിദ്അഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടാവാൻ തുടങ്ങി. മഹാന്മാരാവുന്ന സഹാബത്തിൽ നിന്ന് മഹാനാവുന്ന അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ളവർ, അങ്ങനത്തെ മഹത്തുക്കളൊക്കെ അതിനെതിരിൽ വളരെ ശക്തമായ നിലക്ക് മുനാദറ നടത്തി. അലി റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അവരുടെ കാലഘട്ടത്തിന് ശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദ് ഇബ്നു അലി ഇബ്നു സൈനുൽ ആബിദീൻ തങ്ങൾ, ജഅഫർ ഇബ്നു മുഹമ്മദ് ഇബ്നു സാദിഖ് തങ്ങൾ, അബൂ ഹനീഫ ഇമാം തങ്ങൾ, ഇമാം ഷാഫി തങ്ങൾ തുടങ്ങിയവരൊക്കെ വലിയ ഗ്രന്ഥങ്ങൾ തന്നെ അവർ രചിച്ചു. അവരുടെ കാലഘട്ടത്തിലുള്ളതായ സർവ്വ ബിദ്അഈ പ്രസ്ഥാനങ്ങൾക്കെതിരിലും അവരാ കാലഘട്ടത്തിൽ ഖദരിയത്തുണ്ടായി, അങ്ങനെ പല ബിദ്അഈ പ്രസ്ഥാനങ്ങളുണ്ടായി, ശീയത്തുണ്ടായി. അതിനെതിരിലൊക്കെ വളരെ ശക്തമായ നിലക്ക് അവർ ഗ്രന്ഥങ്ങൾ എതിരുകയും അതിനെതിരെ മുനാദറ നടത്തുകയും ഖണ്ഡന പ്രസംഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഖദരിയത്തിനോട് ശക്തമായ നിലക്ക് മുനാദറ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കാലഘട്ടത്തിലും വിശുദ്ധമാവുന്നതായ ഈ ദീനിൻ്റെ ശരിയായ സ്വഭാവത്തിനെതിരിൽ പല സംഘടനകളും ഉണ്ടായിട്ടുണ്ട്. ആ സംഘടനകളൊക്കെ അന്ന് ഓരോ കാലഘട്ടത്തിലും ജീവിച്ച മഹത്തുക്കളാവുന്ന അയിമ്മത്ത് അതിനെതിരിൽ ഗ്രന്ഥങ്ങൾ രചിക്കുകയും അതുപോലെ അതിനെതിരിൽ മുനാദറ നടത്തുകയും അതിനെ ഗണ്ണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു തുടർച്ച തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിധി ആശയങ്ങൾ എത്രമാത്രം എതിർക്കുന്നത്, അതിനെതിരിൽ ഇത്രമാത്രം ശബ്ദിക്കണമെന്തിനാ എന്നൊക്കെ ചോദിക്കണ പലരുണ്ട്. ആ ചോദ്യം അസ്ഥാനത്താണ്. കാരണം യഥാർത്ഥ ദീൻ, ആ ദീൻ എന്താണെന്നുള്ളത്
മഹാനാവുന്ന MT ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കൂടി ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി. ആ ദീനിനെതിരിൽ ആര് വന്നാലും വലിയ വലിയ ആളുകൾ, ഇബ്നു തൈമിയ്യൊക്കെ വലിയ ചെറിയ ആളൊന്നുമല്ല, ഷെയ്ഖുൽ ഇസ്ലാം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളായിരുന്നു. ഇബ്നു ഖയ്യിം ചെറിയ ആളുകളൊന്നുമല്ല. ഇവർക്കൊക്കെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ ഇസ്മത്ത് തുടങ്ങിയ പല കാര്യങ്ങളിലും. അപ്പോൾ അവർക്കൊക്കെ പല നിലക്കുള്ളതായ തകരാറുകളും അവർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ മഹാന്മാരാവുന്ന ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ അതിനെതിരിൽ കിതാബുകൾ രചിക്കുകയും അതിനെതിരിൽ അവർ പ്രസംഗിക്കുകയും അവരോട് മുനാദറ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മഹാന്മാർ ഇവിടെ കാണിച്ചു തന്നതായ ഒരു സ്വഭാവമാണ്. വിദഗ്ധ ആശയങ്ങൾ എവിടെ എപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടാൽ ആ ആശയങ്ങൾക്ക് എതിരിൽ നമ്മൾ എന്താവണം, ശ്രദ്ധിക്കണം. ശബ്ദിച്ചിട്ടില്ലെങ്കിൽ പണ്ഡിതനാണോ ആ പണ്ഡിതനക്ക് ഫഅലൈഹി ലഅനത്തുല്ലാ. ഇദാ ലഹറത്തിൽ ബിദഅ വസഖത്തൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാ. അപ്പോൾ ബിദ്അത്തുകൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുക, അതിവിടെ പ്രത്യക്ഷപ്പെടുക. വസഖത്തൽ ആലിം, യഥാർത്ഥ ഉഖ്റവിയാവുന്ന ആലിമ്യങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയൂല. അവരിൽ നിന്ന് സുക്കൂത്ത് ഉണ്ടായി തീർന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാ, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ടാവുന്ന. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ അവർ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി അവർ മനസ്സിലാക്കി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടന പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കി ഇവിടുത്തെ മതസൗഹാർദ്ദത്തിൽ ഊന്നൽ കൊടുത്തു. ഇവിടുത്തെ സമാധാനവും സ്നേഹവും ഒക്കെ ഇവിടെ ഉണ്ടാവണം, അതിനൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്. അതിൻ്റെ എല്ലാം പുറമെ വിദഗ്ധ ആശയങ്ങൾക്കെതിരിൽ ശക്തമാവുന്ന നിലക്ക് അതിനെ പ്രതിരോധിക്കാനും അവർ സന്നദ്ധരായി. അവരിൽ നിന്നുള്ള ഊർജ്ജമാണ് നമുക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ മുൻഗാമികളാവുന്ന നേതാക്കന്മാർ, അവരിൽ നിന്നുള്ളതായ ഊർജ്ജമാണ് നമുക്കൊക്കെ ഉള്ളത്. വിദേഹത്തിൻ്റെ എതിരിൽ നമ്മൾ ശബ്ദിക്കുമ്പോൾ പലരും പരിഹസിക്കുന്നവരുണ്ടാവും, പലരും അത് അത്ര വേണമെന്ന് ചോദിക്കുന്നവരുണ്ടാവും. അപ്പോൾ വിദേഹികളുടെ ഏത് പ്രവർത്തനങ്ങളുണ്ടായാലും അവരുടെ ഏത് ആശയങ്ങൾ അവരിവിടെ തുറന്നു കാണിച്ചാലും അതിനെതിരിൽ ശബ്ദിക്കുക എന്നുള്ളത് യഥാർത്ഥ പണ്ഡിതനിക്ക് നിർബന്ധമായ അവൻ്റെ കടമകളിൽപ്പെട്ടതാണ്. ഈ ഒരു കടമയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ പല കള്ളത്തരീക്കത്തുകൾ വന്നു എന്ന് പറഞ്ഞു, വിദഗ്ധ പ്രസ്ഥാനങ്ങൾ വന്നു. ഇതിനെല്ലാം എതിരിലിവിടെ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഇവിടെ യഥാർത്ഥ ദീൻ്റെ ആ യഥാർത്ഥ സ്വഭാവങ്ങൾ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുമോ? ഇവിടെ യാതൊരു നിലക്കുള്ള അഭിപ്രായ വ്യത്യാസമില്ലാതെ മുസ്ലിം ലോകം അംഗീകരിച്ചു പോകുന്ന പല സംഗതികളുണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ ഇസ്ലാം മതം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇവിടെ വന്നു. മഹാന്മാരാവുന്നതായ പല പണ്ഡിതന്മാരും പല സാദാത്തുക്കളൊക്കെ ഇവിടെ വന്നു. അവരിവിടെ സുഖിക്കാൻ വന്നവരില്ല, അവർ വിശുദ്ധമാവുന്ന ദീൻ്റെ പ്രചരണത്തിന് വേണ്ടി വന്നതാണ്. മഹാനാവുന്ന ഇമാം നവവി തങ്ങളുടെ ചരിത്രം പഠന സ്ഥലത്തുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്തോനേഷ്യൻ്റെ ജാവ പോലത്തെ സ്ഥലങ്ങളിലും കേരളത്തിലൊക്കെ ഷാഫി മദ്ഹബ് ഇവിടെ അധികം അത് പ്രചരിക്കപ്പെടാനുള്ള കാരണം പ്രത്യേകിച്ച് ലാസിയമ അസാദത്തുൽ ഹദായിമ ഹദർ മൗത്ത് നിന്ന് മഹാന്മാരാവുന്ന സാദാത്യങ്ങൾ ഇവിടെ വന്നു. ആ സാദാത്യങ്ങൾ ഇവിടെ വന്നത് അവരിവിടെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. അവരുടെ ആഗമനമാണ് ഇവിടെ ഷാഫി മദ്ഹബ് കേരളത്തിലൊക്കെ അധികം അത് പ്രചരിക്കാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം തന്നെ അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആ കാലഘട്ടം മുതൽ ഇവിടെ സംരക്ഷിച്ചു പോകുന്ന ഒരു വിശുദ്ധമാവുന്ന ഒരു പൈതൃകമുണ്ട്, വിശുദ്ധമാവുന്ന ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ട്. മഹാന്മാരാവുന്ന വിശുദ്ധന്മാരാവുന്നതായ നമ്മുടെ മുൻഗാമികൾ, മഹാന്മാരാവുന്ന ഉഖ്റവിയാവുന്ന ആലിമീങ്ങൾ. ഇമാം ഷാഫി തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇദാലമാവു ഔലിയാഇല്ല ഫമനിൽ വലിയുന്ന, അള്ളാഹുവിൻ്റെ ആലിമീങ്ങൾ അവരൗലിയാക്കന്മാരല്ലെങ്കിൽ ഇവിടെ ആരാണ് വലിയുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ആലിമീങ്ങളൊക്കെ ഔലിയാക്കന്മാരെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. യഥാർത്ഥ ആലിമിനിക്ക് ഉണ്ടാവേണ്ടത് ആ വിലായത്തിൻ്റെ സ്വഭാവമാണ്. അവരാണ് യഥാർത്ഥ ആലിമ്, അവനാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്നുള്ള ആലിമ് എന്ന് അവനെ പറ്റിയേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആലിമീങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ ഫമനിൽ വലിയ അല്ലെങ്കിൽ ഫലൈസ ലില്ലാഹി വലിയ, അള്ളാഹുവിക്ക് ഇവിടെ വലിയില്ല എന്നാണ് മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു. അപ്പം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായ പ്രകാരം യഥാർത്ഥ ഒരു ആലിമാവണമെങ്കിൽ അവൻ വിലായത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും.
ആ വിലായത്തിൻ്റെ സ്വഭാവമുള്ളവരെ ഇന്ന് നമ്മളെ മുൻഗാമികളാവുന്ന അയിമ്മത്ത്, നമ്മളെ മശായിഖന്മാർ, നമ്മളെ അസാത്തിദത്ത്, അവരെ ആ മാർഗം പിൻപറ്റാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പം ഒരു അണുമണി തൂക്കം വ്യതിചലിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പം അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരു പൊതു മുസ്ലിം എന്നുള്ള സ്വഭാവത്തിലേക്ക് നമ്മളൊക്കെ ഇറങ്ങിപ്പോണമെന്ന് ആരെങ്കിലും നമ്മൾ ആ നിലയ്ക്ക് ചിന്തിക്കണം എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയാൽ അത് തെറ്റാണ്. അത് നമ്മൾ ഒരിക്കലും നമ്മൾ തയ്യാറല്ല, അതിന് നമ്മൾ ഒരിക്കലും അത് നമ്മൾ അനുവദിച്ചു കൊടുക്കുകയില്ല. കാരണം ഇവിടെ ഈ യഥാർത്ഥ ദീൻ ഇവിടെ നിലനിൽക്കണം. യഥാർത്ഥ ദീൻ എന്ന് പറഞ്ഞാൽ മഹാന്മാരാവുന്നതായ സ്വഹാബത്ത്, താബീങ്ങൾ, അവരെ പിൻപറ്റി പോകുന്ന അല്ലദീന തബഉഹും ബിഇഹ്സാൻ, എങ്ങനെയെങ്കിലും പിൻപറ്റിയവരല്ല, ഇഹ്സാനോടുകൂടി പിൻപറ്റണം എന്നാ. അവരോട് എല്ലാവരും അവരോട് പിൻപറ്റിയവരെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെ പിൻപറ്റിയവർ പോരാ, വല്ലദീന തബഉഹും ബിഇഹ്സാൻ. അപ്പോൾ ഇഹ്സാനോടുകൂടി പിൻപറ്റുക പറഞ്ഞാൽ എന്താ, അവരിലുണ്ടാവേണ്ട സ്വഭാവം അത് മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ ഫനാഹ് രണ്ട് രൂപത്തിലാണ്. അതിനുള്ള ഒരു രൂപം എന്താ, വൽ ഫനാഹു സുഖൂത്തുൽ ഔസാഫിൽ മദ്മൂമ കമാ അന്നൽ ബഖാ വുജൂദുൽ ഔസാഫിൽ മഹ്മൂദ. ഇത് ഫനാഹിൻ്റെ രണ്ട് അർത്ഥമാണ്. ഫനാഹിനിക്ക് മഹാന്മാരാവുന്ന അയിമ്മത്ത് അതിനെ നിർവചിച്ച അർത്ഥങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് രൂപമായിട്ടാണ് ഫനാഹിനെ അവർ ഉപയോഗിച്ചത്. അതിനുള്ള ഒരു രൂപത്തിലുള്ള ഫനാഹ് ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധാരണക്കാർക്ക് സാധ്യമല്ല. കാരണം എന്തുകൊണ്ട്, അൽ ഇസ്തിഗ്റാഖു ഫി അളമത്തിൽ ബാരി വ മുശാഹദത്തിൽ ഹഖ്, ഈ അവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധ്യമല്ല, സാധാരണക്കാർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഫനാഹിൻ്റെ മറ്റൊരു അർത്ഥം എന്താ, അത് സുഖൂത്തുൽ ഔസാഫിൽ മദ്മൂമാണ്. മദ്മൂമത്താവുന്ന ഔസാഫുകളെ മുഴുവൻ ഉണ്ടാക്കുക, അത് ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക. ആ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് കഴിയണം. അതായിരുന്നു മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മളെ അസാത്തിദത്ത്, അവർ കാണിച്ചു തന്നതായ ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ആ റൂട്ടിൽ കൂടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നതും. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതൊരു ഇലാഹിയായ പ്രസ്ഥാനമാണ്. അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അങ്ങനെ ആരെയും മനസ്സിലാക്കേണ്ടത് തെറ്റാണ്. രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. അത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ, ആ ദീനിന് വേണ്ടി, ഇവിടെ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാന്മാരാവുന്നതായ അയിമ്മത്ത് മശായിഖന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ച വിശുദ്ധമാവുന്ന അഖീദ, അവരിൽ നിന്ന് നമുക്ക് ലഭിച്ചതായ വിശുദ്ധമാവുന്നതായ നമ്മുടെ ആചാരങ്ങൾ, വിശുദ്ധമാവുന്ന നമ്മുടെ കർമ്മങ്ങൾ, ഇതൊക്കെ വളരെ സ്പഷ്ടമായ നിലക്ക് മഹാന്മാരാവുന്ന അയിമ്മത്ത് അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയപ്പെടാത്തത്, വിശുദ്ധ ഖുർആനിൽ വ്യംഗ്യമായി പറയപ്പെട്ടത്, അല്ലെങ്കിൽ സൂചനപരമായി പറയപ്പെട്ടത്, അങ്ങനത്തെ സംഗതികൾ മനസ്സിലാക്കാൻ നമുക്ക് സാധാരണക്കാർക്ക് സാധ്യമല്ല. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പണ്ഡിതന്മാർ, മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജിത്തൈദീനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. മുജിത്തൈദീങ്ങളാവുന്ന അയിമ്മത്തിനിക്ക് മാത്രം. അപ്പോൾ ഫസ് അലുവാഹുൽ അദ്ദിക്ക്, അങ്ങനത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും അങ്ങനത്തിൻ്റെ ശേഷം അങ്ങനെയായിരുന്നു. സഹാബത്ത് മുജിത്തൈദീങ്ങളാവുന്നതായ മറ്റുള്ളതായ സഹാബത്തിനെ പിൻപറ്റിയവർ, അവരുടെ അഭിപ്രായങ്ങളാണ് അവർ മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് അവർക്ക് മനസ്സിലാകാത്തത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുജിത്തൈദായിരുന്നു, ഉമർ റളിയല്ലാഹു തആല അൻഹു മുജിത്തൈദായിരുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മുജിത്തൈദായിരുന്നു, അലി റളിയല്ലാഹു തആല അൻഹു മുജിത്തൈദായിരുന്നു. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ മുജിത്തൈദായിരുന്നു, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങൾ മുജിത്തൈദായിരുന്നു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ മുജിത്തൈദായിരുന്നു. അങ്ങനെ പല മുജിത്തൈദീങ്ങളും സഹാബത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. മദ്ഹബ് എന്നുള്ളത് സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അതിന് വിത്ത് പാകിയിട്ടുണ്ട്. മദ്ഹബിക്ക് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വ്യക്തമായി പറയപ്പെടാത്ത പലതുണ്ട്. ഖിയാമത്ത് വരെയുള്ള സർവ്വ വാഖിയാത്തുകൾ, ആ വാഖിയാത്തുകളെ സംബന്ധിച്ചൊക്കെ ഖുർആനിലും തിരുസുന്നത്തിലും പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വ്യക്തമായി പറയപ്പെടാത്തതായിരിക്കും. ഇത് മനസ്സിലാക്കാൻ മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജിത്തൈദീങ്ങളിലേക്ക് ആവശ്യമാണ്. നമുക്ക് സ്വന്തം മനസ്സിലാക്കാൻ കഴിയൂല. അല്ലെങ്കിൽ അവർ നമ്മൾ മനസ്സിലാക്കി തരാൻ പറ്റുന്നതായ നിലക്ക് അവർ നിർണയിച്ചു തന്നതായ അതിൻ്റെ ചില അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തെറ്റിപ്പോകാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് വേണം വിഷയം കൈകാര്യം ചെയ്യാൻ. ഈ ദീൻ എന്ന് പറഞ്ഞാലേ അത് നമ്മൾ ആ ദീനും യുസ്റും സംഗതി ശരി തന്നെയാണ്. അത് ദീൻ യുസ്ർ തന്നെയാണ്, അതിൽ യാതൊരു കുഴപ്പമില്ല. മാ ജഅല്ലാഹു അലൈക്കും മിൻ ഹറജ്, ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രയാസവും അല്ലാഹുവിന്റെ മേലിൽ. അപ്പോൾ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമ്മളെപ്പോഴും പറയലുണ്ടല്ലോ, ഈ ദീൻ എന്ന് പറഞ്ഞാൽ അഖീദത്തുൽ ഇസ്ലാം സഹീലത്തുൻ യസീറ ലാ തഖീദ ഫീഹാ, അതിലൊരു പ്രയാസമില്ല.
അത് വളരെ എളുപ്പമായതാണ്. അതോടൊപ്പം തന്നെ വഹിയല്ലത്തി തുവാഫിഖുൽ ഫിത്രത സലീമത അല്ലത്തി ഫതറല്ലാഹു നാസ അലൈഹ. ഈ സലീമത്തായ ഫിത്രത്തിനോട് യോജിക്കുന്ന നിൽക്ക് തന്നെയാണ് വിശുദ്ധ ദീനിൻ്റെ പോക്ക്. അതിനോട് എതിരൊന്നുമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് തെറ്റുപറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇത് യുക്തിക്ക് യോജിച്ചതല്ല, ചിലതൊക്കെ നമ്മൾ യുക്തിക്ക് യോജിച്ചതല്ല, നീ യുക്തി ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇബ്ലീസ് മനസ്സിലാക്കിയതുപോലുള്ള യുക്തിയാണ്. ഇബ്ലീസ് യുക്തി മനസ്സിലാക്കിയത് നോക്കുമ്പോൾ അതിനെപ്പറ്റി പഠനം നടത്തിയപ്പോൾ അവൻ പറഞ്ഞത് യുക്തിയല്ല എന്ന് നമുക്ക് മനസ്സിലായി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ ന്യായം പറഞ്ഞു. ഖലഖ്തഹു മിൻ തീൻ വ ഖലഖ്തനീ മിൻ നാർ. തീയും മണ്ണും കോളം നോക്കുമ്പോൾ മണ്ണിനിക്കല്ല തീയിനിക്കാണ് ഏറ്റവും അധികം പ്രൗഢിയുള്ളത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവൻ പറഞ്ഞത് ബാഹ്യമായ നിലക്ക് നല്ല ന്യായമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, മണ്ണിനിക്ക് തന്നെയാണ് പ്രൗഢിയുള്ളത്. മണ്ണാണ് തീയിനേക്കാൾ വലുത്. കാരണം മണ്ണിൻ്റെ സ്വഭാവം അത് ഉൽപ്പാദിപ്പിക്കലാണ്, തീയിൻ്റെ സ്വഭാവം നശിപ്പിക്കലുമാണ്. ഈ ചിന്തയിലേക്ക് അവൻ എത്തിയില്ല. അപ്പോൾ വിശുദ്ധ ദീൻ, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ അഹ്കാമുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിലൊന്നും യുക്തിക്ക് യോജിക്കാത്തില്ല. പക്ഷെ നമ്മളെ യുക്തിയല്ല, നമ്മൾ മനസ്സിലാക്കുന്ന യുക്തിയല്ല. ഇപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്കുള്ള അനന്തരാവകാശത്തിന് അത് സ്ത്രീകൾക്ക് കുറവാണ് ഇസ്ലാം മതം കൊടുക്കുന്നത്. ഇസ്ലാം ശരീഅത്തനുസരിച്ചുള്ളതായ അതിൻ്റെ ഫറായിദ്, അതിൻ്റെ മീറാത്ത്, അത് ന്യായമില്ല എന്നാണ് പറഞ്ഞത്. ന്യായത്തിൽ അത് സ്ത്രീകളെ അവഗണിച്ചു കൊണ്ടുള്ളൊരു യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കുക. അവിടെ എന്താ കുഴപ്പമുള്ളത്? സ്ത്രീൻ്റെ കാര്യം മുഴുവൻ അവളെ വിദ്യാഭ്യാസം, അവളെ സാംസ്കാരികമായ കാര്യങ്ങൾ, അവരുടെ മറ്റുള്ള അവളുടെ ആരോഗ്യം, ഇതിനൊക്കെ ആവശ്യമാവുന്ന എല്ലാ സംഗതിയും പുരുഷന്മാരാണ് ചെയ്യേണ്ടത്. അരിജാലു ഖവാമൂന അലൻ നിസാ. സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും പുരുഷന്മാർ ചെയ്യണം. സാമ്പത്തികമായുള്ള സംഗതിയൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് നമ്മളാണ്. പിന്നെ ഒരു പോക്കറ്റ് പണി എന്നുള്ള നിലക്കാണ് അനന്തരാവകാശം അവൾക്ക്. അപ്പോൾ അവിടെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അവിടെ യുക്തിയുണ്ട്. യുക്തി ഇല്ലാത്ത ഒന്നും ഇസ്ലാമിലില്ല, ഒക്കെ യുക്തിനോട് യോജിക്കുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയ യുക്തിയല്ല എന്ന് മനസ്സിലാക്കണം. ഇബ്ലീസ് മനസ്സിലാക്കിയതുപോലുള്ള യുക്തിയല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് വിശുദ്ധമാവുന്ന ദീൻ, ഞാൻ നീട്ടി പറയല്ല, DK ശിവകുമാർ ഉണ്ട്, അവർക്കൊക്കെ വേഗം പോകാനുള്ളതാണ്. അപ്പോൾ വിശുദ്ധമാവുന്ന ഈ ദീൻ, ആ ദീനിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കണം. അത് മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്ന്. ആ റൂട്ടനുസരിച്ച് മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. അതിൽ നിന്ന് ഒരു നിലക്കുള്ളതായ വ്യതിചലത്തിലും നമ്മൾ തയ്യാറല്ല. ഇവിടുത്തെ മുജാഹിദീങ്ങൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് പോലെ ഇതൊക്കെ സ്വയം വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണോ? വിശുദ്ധ ഖുർആൻ ഒരിക്കലുമല്ല. വിശുദ്ധ ഖുർആൻ്റെ ആയാത്തുകളെ സ്വയം വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അള്ളാഹു ഏൽപ്പിച്ചത്. നബിയിൽ നിന്ന് വിശുദ്ധമാവുന്ന ദീൻ മനസ്സിലാക്കിയതായ മഹത്തുക്കളാവുന്ന സഹാബത്ത്, അവരിൽ നിന്ന് മനസ്സിലാക്കിയതായ താബീങ്ങൾ, അതുപോലുള്ള മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ, ഇവർക്കിതിന് വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. സാധാരണക്കാർക്ക് അത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഭാഷ പഠിച്ചുകൊണ്ട് വിശുദ്ധമാവുന്ന ഖുർആൻ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഭാഷ പഠിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ തിരുവ് സുന്നത്തിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. അപ്പം ഇതിനൊക്കെ ചില അടിസ്ഥാനങ്ങളുണ്ട്. ഈ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ അതിർവരമ്പിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിൻ്റെ മഹാന്മാരാവുന്ന മുൻഗാമികളാവുന്ന നേതാക്കന്മാർ അവർ അടിസ്ഥാനപരമായി ഈ സംഘടനയോടെ സ്ഥാപിക്കുമ്പോൾ അവർ അതിന് അടിസ്ഥാനപരമായി അവർ സ്വീകരിച്ചതായ ചില പ്രത്യേക അതിൻ്റെ മൂല്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല നിയ്യത്ത്, മറ്റൊന്ന് ഇഖ്ലാസ്, അതുപോലെ തന്നെ തവക്കുൽ, സുഹൂദ്, ഇതൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനങ്ങൾ. ഈ അടിസ്ഥാനത്തുമ്മൽ പടുത്തുയർത്തപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ഇതാരെങ്കിലും ഉപദേശം കേട്ടുകൊണ്ട് പടുത്തുയർത്തപ്പെട്ടതല്ല, ഏതെങ്കിലും വക്കീലന്മാർ പറഞ്ഞിട്ടുണ്ടാക്കിയതല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്നുള്ളത്. അതല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ആളുകളുടെ ഉപദേശം അനുസരിച്ച് ചെയ്യുന്നതല്ല. ഇത് ശരിക്കും ഇലാഹിയായ നിലക്ക് മഹാന്മാരാവുന്നതായ നമ്മളെ മശായിഖന്മാർ, അവരെ മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ആ ശൃംഖല, അവരിൽ നിന്ന് സമ്മതം കരസ്ഥമാക്കിയതിൻ്റെ ശേഷമാണ് ഈ സംഘടന ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രൗഢി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സംഘടനയ്ക്ക് ഇതിവിടെ വേര് പടർന്നു പിടിച്ചതായ ഒരു സംഘടനയാണ്. ശക്തമായ വേരാണ് ഈ സംഘടനക്കുള്ളത്. ഈ സംഘടനയ്ക്ക് ശക്തമാവുന്ന പോഷക സംഘടനകളുണ്ട്. അതാണ് 14ഓളം പോഷക സംഘടനകൾ. ഓരോ പോഷക സംഘടനകളും 3, 4, 15, 5, 6, 7, 8 വരെ
മറ്റുള്ളത് അതിൻ്റെ പോഷക സംഘടന, ഇങ്ങനത്തെ ഒരു സംഘടന ഇവിടെ ലോകത്ത് എവിടെയുള്ളത് നിങ്ങൾ കാണിച്ചു തരും. എവിടെയുള്ളത്? എവിടെയില്ല. ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഇത് കേരളത്തിലും, അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഘടന അല്ല. ഇതിൻ്റെ പ്രവർത്തനം ലോകാടിസ്ഥാനത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എല്ലാ ഭാഗങ്ങളിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നെ വിദ്യാഭ്യാസ സംരംഭങ്ങളാവുന്ന നമ്മളെ മദ്രസകളും അതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ദീനീ ദഅവത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ പിന്നെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ദീനീ പ്രവർത്തനങ്ങൾ ലോകത്തെല്ലാ സ്ഥലങ്ങളിലും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചാരിറ്റി പ്രവർത്തനം, അത് കാരുണ്യ പ്രവർത്തനങ്ങൾ. അത് ലോകത്തെല്ലാ സ്ഥലത്തും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ലോകാടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രവർത്തനം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ലോകാടിസ്ഥാനത്തിൽ പരന്നു കിടക്കുന്ന ഒരു സംഘടനയാണ്. പിന്നെ പേര് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് അറിഞ്ഞെന്നുള്ളൂ. അത് അന്നത് രൂപീകരിക്കുമ്പോൾ കേരളത്തിൽ രൂപീകരിച്ചതായതുകൊണ്ട് മഹാന്മാരാകുന്ന ഉസ്താദന്മാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിൻ്റെ ആശയങ്ങൾ മറ്റുള്ളതായ സ്ഥലങ്ങളിലേക്ക് ഇതിനെ വ്യാപിപ്പിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ഇത് നമ്മൾ കേരളത്തിൽ വെച്ചുകൊണ്ടല്ല ഇതിൻ്റെ 100ാം വാർഷികമല്ല ഇവിടെ നടക്കുന്നത്. 100ാം വാർഷികത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഇവിടെ കാണുന്നത്. യഥാർത്ഥ 100ാം വാർഷികമല്ല, 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനമാണത്. അപ്പോൾ ഈ 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം തന്നെ എത്ര പ്രൗഢിയോടുകൂടി നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ ഇനി 100ാം വാർഷികം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ 100ാം വാർഷികം അതുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചു, എല്ലാ ജില്ലകളിലും ആലോചിച്ചു 100ാം വാർഷികം നടത്താൻ പറ്റിയതായ ഒരു സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. എവിടെ ഇതുവരെ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് 100ാം വാർഷികം എന്നാന്നുള്ളത് നമ്മൾ പ്രഖ്യാപിക്കണില്ല. 100ാം വാർഷികത്തിൻ്റെ തീയതി ബഹുമാനപ്പെട്ട അലിംസാണ് അത് തീയതി ബഹുമാനപ്പെട്ട അലിഗുൽ ഉസ്താദ് ഇവിടെ അത് പ്രഖ്യാപിക്കും. 100ാം വാർഷികത്തിനുള്ള ചില പദ്ധതികൾ അത് ബഹുമാനപ്പെട്ട 5 മിനിറ്റ് കൂടി എടുക്കും. അത് ഒന്ന് അതിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള ചില പദ്ധതികൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇന്ന് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നടന്ന വിദ്യാഭ്യാസ മുഷാവറ യോഗം തീരുമാനിച്ച 6 കാര്യങ്ങൾ അത് ഞാനിവിടെ വായിക്കുകയാണ്. അത് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഒന്ന്, പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ദേശീയ അന്തർദേശീയ തലത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക, നടപ്പാക്കുകയും ചെയ്യുക. മറ്റൊന്ന്, സമസ്തയുടെ പ്രവർത്തനങ്ങൾ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഏകോപിക്കുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ തലത്തിൽ കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകുന്നു. അതാണ് മറ്റൊന്ന്. മൂന്നാമത്തൊന്ന്, ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചൊരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിക്കും. അത് യുവതികാരനോട് പറയുന്നത് അത് ഈ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനുകൊണ്ട് ഹെൽപ്പും ചെയ്തു തരണമെന്നറിയാം. നാലാമത്, സമസ്തയുടെ നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും. അഞ്ചാമത്, സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അത് സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നതിനാണ്, പക്ഷേ അതിന് ഊന്നൽ നൽകി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. ആറാമത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾക്ക് വിധേയമായി പ്രബോധന രംഗത്ത് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. അങ്ങനെ 6 പ്രവർത്തനം. ഇതിന് വലിയ ഒരുപാട് വിശദീകരണത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് ഒക്കെ ഈ അവസരത്തിൽ അതെല്ലാം കൂടി പറയാമെന്നുള്ളത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അത് ഷോർട്ടായി എഴുതി അതിവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ എല്ലാവരും സഹകരിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉമ്മത്തിന് നൽകിയ അത്യാധുനിക ധാർമ്മിക വിദ്യാഭ്യാസ പദ്ധതി കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വിസ്മയം തീർത്ത SNEC സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ സനദിന്റെ നാമപ്രഖ്യാപനവും ഓൺ ക്യാമ്പസ് പ്രൊജക്ട് ലോഞ്ചിങ്ങും സയ്യിദുൽ ഉലമ SNECയുടെ ചെയർമാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യനായ പ്രസിഡന്റ് മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ നിർവഹിക്കുന്നു. തങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ
നമുക്ക് വിദ്യാഭ്യാസം ഇസ്ലാം എതിർക്കാത്ത ഏത് വിദ്യാഭ്യാസവും നമുക്ക് നല്ലത് തന്നെയാണ്. ചില വിദ്യാഭ്യാസങ്ങളൊക്കെ ഇസ്ലാം എതിർത്തിട്ടുണ്ട്, അത് പറ്റില്ല. അല്ലാത്ത എല്ലാ വിദ്യാഭ്യാസവും അതുള്ളപ്പോൾ നമ്മൾ സമന്വയം എന്നൊക്കെ പറയുന്നത് ഇത് അംഗീകരിക്കുന്നവരാണ്. സമന്വയ വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം ഒക്കെ സമസ്ത പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചില ആളുകൾ പറയുന്നുണ്ട് സമസ്ത സമന്വയ വിദ്യാഭ്യാസത്തിന് എതിരാണ്. ഒരിക്കലും എതിരല്ല. സ്ത്രീ വിദ്യാഭ്യാസത്തിനും ഒരിക്കലും എതിരല്ല. അപ്പോൾ അതെന്തോ ആവട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പുതിയ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് SNEC എന്ന പേരിൽ അറിയപ്പെടുന്ന. നമ്മൾ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് അതിൻ്റെ ഇതിവിടെ കാണിക്കും. അത് വലിയൊരു പദ്ധതിയായിക്കൊണ്ട് ജനങ്ങളെ വലിയ അംഗീകാരമാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അടുത്ത വർഷം ഒന്നുകൂടി വികസിപ്പിച്ചു കൊണ്ടിട്ട് അതിൽ പല പദ്ധതികളൊക്കെ ഉണ്ട്, അത് പിന്നീട് പ്രഖ്യാപിക്കപ്പെടും. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ 2 ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതിനൊരു അത് നൽകപ്പെടുന്ന സനദിനിക്ക് ഒരു പേര്. അപ്പോൾ പൂർണ്ണമായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടും കൊണ്ടിട്ട് സമസ്തയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് അതിന് മടിയില്ലാത്തൊരു കമ്മിറ്റിയാണ്. അങ്ങനെ ഉണ്ടല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒന്നാണ് SNEC എന്നുള്ളത്. ആ SNECയിൽ ആൺകുട്ടികൾക്ക് പിന്നെ അസ്സനായി എന്നും പെൺകുട്ടികൾക്ക് അസ്സനായിയ എന്നുള്ള പേരിലുള്ള പിന്നെ സനദായിരിക്കും നൽകപ്പെടുക. അത് മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ സമ്മതത്തോടു കൂടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ യോഗത്തിൽ നിന്ന് തീരുമാനിക്കപ്പെട്ടതാണ്. അതിവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിന് പ്രത്യേകം ഒന്നുകൂടി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസുണ്ട്. ബഷീർ ഹാദിയിൽ ഉമ്മ ബിസ്സനാ വൻ നസ്ർ വത്തംകീൻ ഫമൻ അമില മിൻഹും അമൽ ആഖിറ ലിദുനിയ ലം യകുൽ ലഹു ഫിൽ ആഖിറതി നസീബ്. അപ്പോൾ അതുകൊണ്ട് ആ സനായിൽ നിന്ന് പിടിക്കപ്പെട്ട സനാവും സനായിയുമാണ്. സീനാണ് അറബിലും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതുക. പിന്നെ അതിനോടനുബന്ധിച്ചുകൊണ്ട് മറ്റൊന്ന് ഓൺ ക്യാമ്പസ് പ്രഖ്യാപനമാണ്. വ്യത്യസ്ത സ്ട്രീം പ്രത്യേക ക്യാമ്പസുകളും മാനവിക വിഭവശേഷി വർദ്ധിപ്പിക്കുന്ന വൈവിധ്യമാർന്ന പദ്ധതികൾ കൂടി SNECക്ക് വേണ്ടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ സ്മരണാർത്ഥം സെന്റിനറി എജു സിറ്റി എന്നാണ് പ്രസ്തുത സമുച്ചയത്തിൻ്റെ നാമധേയം. ഞാൻ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണമൊന്നും ഇപ്പോൾ പറയുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ വന്നതാണ്. മുമ്പർക്ക് ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സമ്മേളനത്തിന് അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ഇതിൽ പങ്കെടുത്തത് ഒരു സാലിഹായ അമലായി കൊണ്ട് അള്ളാഹു ഇതിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ സമ്മേളനത്തിന് വരുമ്പോൾ കുറ്റിക്കാട്ടിലുള്ളൊരു അബ്ദുൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു സുഹൃത്താണ്. മൂപ്പര് മരണപ്പെട്ടു കൊടകിൽ വെച്ചുകൊണ്ടിട്ട്. അദ്ദേഹത്തിലേക്ക് നെഞ്ഞുവേദന അള്ളാഹു അദ്ദേഹത്തിലേക്ക് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു മഗ്ഫിർഹു, അള്ളാഹു മർഹംഹു, അള്ളാഹു മഅഫു അൻഹു, അള്ളാഹു അക്രിമു. ഇതിലേക്ക് സഹായങ്ങളും ഒക്കെ ചെയ്ത പലരുമുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ നല്ല സഹായങ്ങൾ അതിലേക്ക് ചെയ്തിട്ടുണ്ടാവും. മുമ്പ് ഇവിടെ ചെയ്ത പല വലിയ ലക്ഷങ്ങൾ സംഭാവന ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അവരോടും നിങ്ങളോടൊക്കെ ബന്ധപ്പെട്ട നമ്മളോടൊക്കെ എല്ലാ മേഖലയിലും അള്ളാഹു ഖൈറും ബർക്കത്തും ധാരാളം ചെയ്തിട്ട് ഇനി ലാസ്റ്റ് ഉസ്താദന്മാർ ഇവിടുന്ന് ദുആ ചെയ്യുകയും ചെയ്യും. നമ്മൾ മഹാന്മാരാവുന്ന തങ്ങളെയൊക്കെ ഇരുത്തിക്കൊണ്ട് നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് ശരിയല്ലേനോ. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ പരിഗണിക്കാതിരിക്കാൻ വയ്യനും DKനെയും മറ്റു മുഖ്യമന്ത്രിനെയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വേഗം അവസാനിപ്പിച്ചു കൊണ്ടിട്ട് ലീഗക്ക് ഞാൻ വഴി മാറിക്കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാവുന്നതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി, വിശുദ്ധ ഈ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ മറ്റൊരു ഉദ്ദേശം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ വചനം വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വേറെ ഒരു കുത്തിത്തിരിപ്പേറ്റ് ഇതിലാരും കടന്നുകൂടേണ്ട. അങ്ങനത്തെക്കൊന്നും ഒരു സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ಅಧ್ಯಕ್ಷೀಯ ಭಾಷಣ ಮಾಡಿದಂತಹ ಸಯ್ಯದುಲ್ ಉಲಮಾರಿಗೆ